എന്തായി കാണിക്കുന്നത്? എല്ലാം ഞാൻ പറപ്പിക്കോടി. നിന്റെ കച്ചവടം ഇന്ന് ഞാൻ നിർത്തും. ഒരു 10 രൂപ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? തരില്ല തന്നെ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ചാരം കുടിക്കാൻ ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. കേൾക്കണോടി, ഞാനിത് കേൾക്കണം. സ്വന്തം മോന്റെ രക്തത്തിൽ പറഞ്ഞവളല്ലേന്ന് കരുതിയാ നിന്റെ മുമ്പിൽ പിച്ച തന്നത്. അല്ലാതെ പിച്ചക്കാശ് വാങ്ങിക്കുന്ന സ്വഭാവം എനിക്കില്ല. നീ ഗുണം പിടിക്കില്ലടി, നീ ഗുണം പിടിക്കില്ല. ഞാനിത് ഒരുപാട് കേട്ടതാ. മുത്തിയമ്മ പോ. അയ്യോ എന്റെ കോഴിയല്ല. കോഴി കോഴി എന്താ മുഖത്ത് കണ്ടില്ലേ? കണ്ണില്ല എനിക്ക് അന്നൊരു കല്യാണം പാർക്കുന്നത്. ലക്ഷ്മി നമ്മുടെ പാർട്ടിയാ. നമ്മുടെ പാർട്ടി ഒരു വന്നോളൂ. അല്ല പിന്നെ അവള് മുഖത്ത് കോഴി കോഴി എന്ന് വിളിക്കുന്നതിനാ? ആളക്കളിയൊക്കെ കഴിവറോളൂ. സാറ് നമ്മുടെ നാട്ടുകാരനാ. നീ ഒരു ഗ്ലൂക്കോസ് വഴി. ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എന്ന് சொன்னா இதுதான். காப்பி கச்சோட ஒரு மரதானே. கட்டிச்ச ஒரு கிளாஸ் தான் இருக்கு. ஏன்னா இப்ப ரொம்ப குளிருங்க, அதனால டிமாண்ட். ஐயோ ஐயோ, அது சாருக்கு உடம்பு உனக்கு வேறு தர்றேன். കട്ടിച്ചൊരു ഗ്ലാസേ കാണുമെന്ന് നീ പറഞ്ഞത് ഞാൻ കേട്ടല്ല. എവിടെ വന്ന് ഈ പണ്ടാരോ? പണ്ടാരം ചത്തുപോയത് നിന്റെ തള്ളയാ. ஐயோ சரக்கும் தீர்ந்து போச்சே. ஏ கழுவி, அந்த கிளாஸாவது கொடுமை. സാധനോടെ അടുത്തിരിപ്പുണ്ട്. സാറ് വരുമെങ്കിൽ ഇവിടെ. இங்க பக்கம் தான் நம்ம காலனி. வீட்டுல நிறைய சரக்கு இருக்கு, கவலைப்பட வேண்டாம். வாங்கோ வாங்கோ. வாங்க சார். இப்போ உப்பு குடிகள் எடுக்க கூடாது, பழைய மாதிரி இல்ல. ஏன்னா போலீஸ்காரர் வந்து தூக்கி போயிடும். என் வீட்டில கூப்பிட்டு யாருக்கும் இதுவரை சாராயம் கொடுத்ததில்ல. நீங்கள் நம்ம நாட்டுக்காரனல்ல, அதனால ஸ்பெஷல். எங்கடி உங்க அம்மா? கூப்பிடுறீ இதெல்லாம் என் குழந்தைங்க. எனக்கும் என் பொண்டாட்டிக்கும் இந்த விஷயத்துல மட்டும் கடவுள் ரொம்ப குறைத்து வச்சிருக்கு. കുറച്ച് കിട്ട കിടന്നാ മതി, അപ്പൊ ഒരു ചെങ്കണ്ണി റിലീസ് ആയിരുന്നു. ഇവിടെ മലയാളികളാ കൂടുതൽ. ഈ കോളനിയില് ഞങ്ങൾ കുറച്ചു പേരുണ്ട്. എന്റെ അച്ഛൻ മലയാളിയാണ്. അവർക്ക് എന്റെ കേരളത്തിലെ ക്ലൈമറ്റ് പിടിക്കില്ല, അതിനാൽ ഇങ്ങ വന്നോ. എടി നീ പോയി 2 കുപ്പി സാറ അടിച്ചിട്ട് വാ. இந்த സാറ് നമ്മ നാട്ടുകാരനാണ്. എടി ആരായാലും കൊള്ളാം, കടം കൊടുക്കാൻ പറ്റത്തില്ല, കാശിന് തരാൻ പറ. അവൾ അപ്പിടുക. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ ആവുമ്പോ പാവം പെണ്ണ് ആ കാലമാട് എന്തെങ്കിലും പിടിച്ചോണ്ട് പോയതാ. ഏവൻ പുഴുത്തെ ചാവൂ. ഇനി ഇതൊരു ബിസിനസ് ആക്കണ്ട. ഞാൻ വരുമ്പോഴെല്ലാം പെണ്ണോടെ കാണണം, മനസ്സിലായോ? അവളോട് മോകരുന്ന് പറയൂ. ഞാൻ തുടങ്ങി വെച്ചല്ല ഐശ്വര്യം ആടൂ. എന്താടാ ഈ സമയത്ത് നീ ഇവിടെ? മാർക്കറ്റിൽ 10 രൂപയ്ക്ക് കച്ചവടം നടക്കുന്ന സമയമല്ലേ? സാർക്ക് ഒരു ബോട്ട് വേണമെന്ന് சொன்னாங்க. അതാണ്. யாரா இது நம்ம நாட்டில இருந்து வந்த ஆளு. அது சரி, கையில இருக்கிற காசு எடுத்துக்கோ. ആ കുതിരപ്പുറത്ത് വന്നു. அந்த ரெங்கண்ணனோட ரைட் ஹேண்ட் சந்துரு. ഏതായി രംഗൻ? പതുക്കെ ആരെങ്കിലും കേട്ടാ മതി. எதுக்கடா பயப்படுற?
கொஞ்சம் வயிற்றுக்குள்ள போகும்போதாவது சத்தமா பேசக்கூடாதா சார்? அவன் இந்த லக்காட்சியிലെ കിങ്. ഓ അപ്പൊ വലിയ വിഷയം. പിന്നെ ചെറുവിരൽ ഉയർത്തിലിരുത്തനും. അതാ കുഴപ്പം. ചെറുവിരലല്ല ഉയർത്തേണ്ടത്, കാല. എന്നിട്ട് മുഖം വരെ പൊക്കണം. ആ എന്റെ പെങ്ങളാ സാറേ. ഉം. മീൻകറിയാണോ മോളെ? ആ സാർ ഇതൊന്ന് തൊട്ടുകൂട്ടി നോക്കണം. എന്നിട്ട് ആ സുൽത്താന്റെ കാര്യം പറ. എന്താ അവന്റെ പേര്? ചെങ്കയ്യണ്ണൻ. അവനൊന്ന് കാണാൻ എന്താ വഴി? വേണ്ട സാറേ, അയാളെ ഒരിക്കലും കാണരുതെന്ന് പ്രാർത്ഥിക്കുക വേണ്ടത്. ചട്ടമ്പികൾ എനിക്ക് ഇഷ്ടാടോ, അതുകൊണ്ടാ. அவன் பொறுக்கி சார், பிசாது, சதிய. அவனை கால் நக்கினா தான் இங்க வாழ முடியும். வேற வழி இல்லாம நாங்க இப்படி பண்றோம் എടോ അറുമുഖം, சார். തനിക്ക് ഇവനുമൊക്കെ ഒരു പ്രശ്നം വന്നാലുണ്ടല്ലോ, ശിവൻ മരിക്കും. തനിക്കതറിയില്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ശിവൻ മാറൂ. അതാ ശിവന്റെ ക്യാരക്ടർ. എന്താടാ? കുടിക്കാൻ വെള്ളം കൊണ്ടുപോയി പാത്ര പൊയ്ക്കൂടാ. ചെങ്കൻ തല്ലാനുയർത്തിയ കൈ പിടിച്ചത് ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചെക്കന്റെ അച്ഛൻ പളനി. കുതിരയ്ക്ക് ലാടം തിറക്കുന്ന പണിയായിരുന്നു. ஆனா ரெண்டும் பகத்து எடுத்துட்டேன். அவன் பொண்டாட்டியையும் அவனையும் வீட்டுக்குள்ள போட்டு கொளுத்திட்டேன் சார். இப்ப இந்த பையனுக்கு யாருமே இல்லை. அதாவது அந்த கொல்லப்பட்டறையில வேலை செஞ்சு போய்க்கிறேன். എനിക്ക് അയാളൊന്നും കാണിച്ചു തരില്ല അല്ലേ? കാണാൻ എന്തെല്ലാം നല്ല കാഴ്ചകളുണ്ട് സാറേ ഇവിടെ. അതിനല്ലേ ആളുകൾ ഇവിടെ വന്നു പോകുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിക്കളയാം അല്ലേ സാറേ? കറക്കം ഇപ്പോഴേ തുടങ്ങിയ ലക്ഷണമാ. പിന്നെ എല്ലാവരും പോകുന്ന റൂട്ടിൽ ശിവന് താല്പര്യം. ഹലോ, മിസ്സസ് മേനോൻ ഹിയർ. ഐ വാസ് എക്സ്പെക്ടിങ് യുവർ കോൾ. അതെ. ഓ ഗോഡ്. നോക്കൂ ഗ്രേസി, അവർ ചെയ്ത എന്തായാലും ഇറ്റ്സ് നോട്ട് റൈറ്റ്. പ്രധാന വിശേഷം പറഞ്ഞില്ലല്ലോ. ഇന്ന് രാവിലെ ഒന്നിനെ കൊണ്ടുവന്നു. ഏതാണെന്ന് അറിയില്ല. നല്ല തടിയുണ്ട്. രാധമ്മേ, അത് ഒന്ന് നിന്നേ. എന്താ മേന്നേ? 1 സെക്കൻഡ് പ്ലീസ്. ഇത് നാട് മുഴുവൻ വിളിച്ച് അറിയിക്കാൻ പോവാണോ? ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഇത് ഗ്രേസിയാ. ആരായാലും എന്തോ രാവിലെ കൊണ്ടുവന്നെന്നോ തടിയുള്ളതാണെന്നോ ഒക്കെ പറയുന്നത് കേട്ടല്ലോ. അയ്യോ മേന്നെ, ഞാൻ ആ പട്ടിക്കുട്ടിയെ കൊണ്ടുവന്ന കാര്യം പറയായിരുന്നില്ലേ? ഓ, എന്നിട്ട് ഗ്രേസി, ആ ബ്രൗണിക്ക് തീരെ വയ്യ കേട്ടോ. അതെ. അങ്കിൾ എവിടെയാ ഇയാളെ കണ്ടത്? ഭാഗ്യം എന്ന് പറഞ്ഞാ മതി. എന്റെ യൂഷ്വൽ റൈഡ് ഞാൻ ആ വഴി വരാത്ത. ഇന്നെന്തോ ബുക്ക് അങ്ങോട്ട് തിരിഞ്ഞു. ഇയാൾ എങ്ങനെ അവിടെ എത്തിയെന്ന? മോളിലെ റോഡിൽ നിന്ന് വീണതാണേല് ദൈവാധീനം കൊണ്ടാ. കണ്ണു കുടിച്ച് വഴക്കുണ്ടാക്കി കാണും. ആളെ കണ്ടാലറിയാം, ഒരു വഴക്കാളി ലുക്കുണ്ട്. ഇന്നലത്തെ മഞ്ഞ് മുഴുവൻ കൊണ്ടിട്ടുണ്ട്. ദേഹം ഐസ് പോലെ ഇരിക്കുന്നത്. ആ കിറ്റിങ് എടുക്ക. നോക്കും എന്നെ, ഞാൻ പറയുന്നത് ഒന്ന് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ ആ വർമ്മ ഒന്ന് വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ആരാ എന്താണെന്നൊന്നും അറിയാതെ നമ്മളിവിടെ കിടത്തണ്ട, അല്ലേ അനി? ആരാ എന്താന്നറിഞ്ഞിട്ട് രാധമ്മ എന്താ ഇയാൾക്ക് വിവാഹാലോചിക്കാൻ പോവാ? ബോധമില്ലാതെ വഴിയരികിൽ കിടന്ന ഒരുത്തന്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്നതിൽ ഹ്യൂമാനിറ്റിയെ കുറിച്ച് ചിന്തിക്ക്, അല്ലേ നീ? ഇയാൾക്ക് ബോധം ഒന്നും തോന്നുന്നു. ഞാൻ എവിടെയാ? ഇത് ഹോസ്പിറ്റലാ? അല്ല, നിങ്ങൾ എന്റെ വീട്ടിലാ. മാഷാരാ? ഐ ആം ശേഖര മേനോൻ. ഞാൻ റിട്ടയർഡ് മേജറാണ്. നിങ്ങളെ എനിക്ക് ആ വാലിയിൽ നിന്നാണ് കിട്ടിയത്. എന്താ സംഭവിച്ചത്? എന്റെ വണ്ടി അതാ കടൂറന്മാര് കൊണ്ടുപോയി കാണും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ പെണ്ണ ബിച്ച് വിടൂല ഞാൻ. എന്നെ അവർക്ക് അറിയാഞ്ഞിട്ടാ വണ്ടി വിളിക്കാൻ വന്ന ആ ചെറ്റ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളൊന്ന് അടങ്ങിക്കിടക്കണം. ഞാൻ ഈ മുറിവൊന്ന് ഡ്രസ് ചെയ്യട്ടെ ആദ്യം. ഞാൻ ഇവിടെ ഡ്രസ്സും ചെയ്ത് കിടന്നാൽ ശരിയാകില്ല. നടന്നൊന്നും പറഞ്ഞാൽ ചാക്കോ വെച്ചാൽ വിശ്വസിക്കില്ല. വെട്ടിൽ നിന്ന് വെട്ടിലേക്കാണല്ലോ ദൈവമേ നീ എന്നെ കൂടെ ചാടിക്കുന്ന. അയ്യോ, അയാളുടെ ആ സംസാരം കേൾക്കുമ്പോഴേ ഉറപ്പാ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. കുഴപ്പമുണ്ടാകാതെ ഒരാൾ പരിക്കേറ്റ് അവിടെ കിടക്കുവോ? അതെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ എന്തിനാ മെന്നെ ഇതൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? അറിഞ്ഞുകൊണ്ട് ഒരു വിനെ വരുത്തി വെക്കണോ? ഇതിന്റെ പേരും പറഞ്ഞ 4 പോലീസുകാരോടെ കയറി വരിക, പിന്നെ കോടതി കയറി കൂട്ടി നിൽക്കുക. വേണ്ട വേണ്ട, അല്ലേ അനിമോളെ? എടോ രാധമേ, എനിക്ക് അയാളെ കുഴപ്പക്കാരനായിട്ട് തോന്നുന്നില്ല. 20 വർഷം ആർമിയിലുണ്ടായിരുന്ന ഒരാളാ ഞാൻ. ഞാൻ കണ്ടിടത്തോളം ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ താൻ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഓ, അനിമോൾ എന്ത് പറയുന്നു?
എനിക്കൊന്നും പറയാനില്ല. ഏതോ ഒരു സ്ട്രേഞ്ചറിന് വേണ്ടി നിങ്ങൾ തമ്മിൽ വഴക്കടിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. മേലിന് പറയാൻ വിഷമമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം, പോയിക്കോളാം. ഏയ്, നിങ്ങൾ ശിവൻ, അതാണ് എന്റെ പേര്. ഞാനൊരു ടാക്സി ഡ്രൈവറാ. ആ താഴ്വരൻ എന്നെ ഇവിടെ കൊണ്ടു ശുശ്രൂഷിച്ചു എന്ന കുറ്റത്തിന് നിങ്ങളെ തേടി പോലീസ് വരികയാണെങ്കിൽ അവരോട് ഡീറ്റെയിൽസ് പറയാ ഞാൻ പോയെന്നു. ഈ കാലുകൊണ്ട് നിനക്ക് നടക്കാൻ പറ്റില്ല, പോയി കിടക്ക്. ജീവൻ രക്ഷിച്ച സാറിനോടും ഒരിട്ട് ചൂടുവെള്ളം നിന്ന വീട്ടുകാരോടുള്ള നന്ദി കൊണ്ടാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങൾക്കൊരു പ്രോബ്ലം ആവും. എന്റെ വിധി അതാ. നോക്കും എന്നെ ഈ സ്ഥിതി പോകാൻ വിടണ്ട കേട്ടോ. ഐ എം സോറി കേട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റായി എടുക്കരുത്. ഇല്ല മാഡം, ആരും പറയുന്നത് തന്നെ നിങ്ങളും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എങ്ങനെയും പോയിക്കോളാം സാർ. മിസ്റ്റർ ശിവൻ, നിങ്ങളുടെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് പോകുന്നതും എനിക്ക് തോന്നിയിട്ട് മതി. സാർ, നോ, ഇറ്റ്സ് മൈ ഓർഡർ. ഗോ ഇൻസൈഡ്. അനുചേച്ചി, അനുചേച്ചി പോവണ്ട, ചേച്ചി വന്നോളും. ഞാൻ കൂവിയില്ലല്ലോ. ഇനി കൂവിയെ തന്നെ താരാ ചോദിക്കാം. ഞാൻ ചേച്ചിന്റെ സെക്രട്ടറിയാ. ആ, അങ്ങനെ വെച്ചോ. യു ഗോ മാൻ, യു ഗോ ലേഡി. ലേഡി മാനും മിണ്ടാതിരി. ബിവെയർ ഓഫ് മേജർ അങ്കിൾ. കം ഓൺ, കം ഓൺ, കം ഓൺ. ആരാ അത്? അറിയില്ലേ? ഇതാണ് അനുചേച്ചിനെ മാരിയമ്മ ഞങ്ങള്. പുളു. എങ്ങനെ അറിയാ? എന്നോട് പറഞ്ഞതല്ലേ. വേണം ചോദിച്ചോക്ക്. അങ്കിളെ, ചേച്ചിന്റെ അങ്കിളെ ആണോ? അതെ അല്ലേ? ഏയ്, എന്താ ഇത്? കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. വാ വാ. മുത്തു, നീ ചെന്ന് കോഴി എടുക്കുമ്പോഴേക്കും ഞാൻ കൊച്ചമ്മയെ കണ്ടിട്ട് വരാം. ആ, നീ വേഗം വരണം, എനിക്ക് പാല് കൊടുക്കാനുള്ളതാ. എത്ര? 20? ആ. കൊച്ചമ്മേ, കൊച്ചമ്മേ. കാട്ടു നിന്നോട് കള്ളി. നിങ്ങളോ? നിങ്ങൾ ഇവിടെ? എന്നെ പലയിടത്തും കാണും. അത് വിട്. നിന്റെ ഈ സ്വഭാവം ശരിയാണോ? ആണോ? ഞാൻ അങ്ങനെ ചെയ്താൽ എന്നെ ആരും ഒന്നും പറയില്ല. എനിക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള വീടാ. ഞാൻ ഇവിടുന്ന കോഴിയെ വാങ്ങുന്നേ. ഓഹോ, അപ്പൊ നാളെ നീ ഇവിടെ കയറി വല്ല പൊന്നും മുടൊക്കെ മോട്ടിച്ചാലും നീ തന്നെ പറയുമല്ലോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള വീടാണെന്ന്. ദേ, അനാവശ്യം പറയരുത്. ഞാൻ അങ്ങനെ കള്ളിയൊന്നുമല്ല. ഇന്ന് ഒരു 5 പൈസ ഞാൻ ആരും മോട്ടിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഓരോ ശീലങ്ങൾ തുടങ്ങുന്നത്. എങ്കിൽ കണക്കായി പോയി. നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? ഞൊണ്ടിക്കാലം. ഞൊണ്ടിക്കാലം നിന്റെ. ഓ, എന്താ തമ്പി, ഇന്ന് കച്ചവടം ഇല്ലേ? ഉണ്ട്, കോഴി എടുക്കാൻ വന്നതാ. നീ ആ കാറിനകത്ത് പച്ചക്കറി ഇരിപ്പുണ്ട്, അതിങ്ങെടുത്ത്. ആ, ഗുഡ്. അങ്ങനെ നടന്നു നോക്ക്, ഇല്ലെങ്കിൽ സ്വെല്ലിങ് പോവില്ല. കൊടുക്ക്. സ്വെറ്റേഴ്സാ, ഇവള് തന്നെ ഓർമ്മിച്ചിട്ട് വാങ്ങിയതാ. അതേ കേറ്. ഒറ്റപ്പാലത്ത് ഇപ്പൊ ആരൊക്കെയുണ്ട് ബന്ധുക്കളായിട്ട്? അങ്ങനെ ആരും എവിടെയില്ല. ഒരു എലിമെന്ററി സ്കൂളിൽ മാഷായിരുന്നു അച്ഛൻ. പാടവും കൃഷിയൊക്കെ ആയി അങ്ങനെ ഭേദപ്പെട്ട രീതിയിൽ ജീവിച്ചു വരുമ്പോഴാ ഉള്ളിലെ റൊമാൻറ്റിക് ഒരു പുതിയ ബന്ധത്തിൽ ചാടുന്നത്. ഇത്തിരി സംഗീത കമ്പുണ്ടായിരുന്നു, അതാ കുഴപ്പിച്ചത്.
എതിർകക്ഷി പാട്ട് ടീച്ചറായിരുന്നു. അങ്ങനെ എനിക്ക് 5 വയസ്സുള്ളപ്പോ ഞാൻ അച്ഛന്റെ 2ാം വിവാഹത്തിന്റെ സദ്യ ഉണ്ടു. അപ്പോ ശിവന്റെ അമ്മ? ദോഷം പറയരുതല്ലോ. വിവാഹത്തിന്റെ ആദ്യ അവസാനം ദേഹണ്ണപ്പുരയുടെ ഭാഗത്ത് കഠിനാധ്വാനം ചെയ്ത് അവരുടെ പ്രസൻസ് തെളിയിച്ചു. അവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. സൗന്ദര്യമില്ല, പഠിപ്പില്ല, സംഗീതവും ശാസ്ത്രവും അറിയില്ല. പാവം. അടുക്കള ചുവരി പറ്റിച്ചേർന്ന് തേങ്ങി തീർത്തു എല്ലാം. പുതിയ ബന്ധത്തില് കുട്ടികളുണ്ടായോ അച്ഛന്? 3 പേര്. അമ്മ ഒരു പെൺകുഞ്ഞിനെ കൂടെ പ്രസവിച്ചു. 7ാം വയസ്സിൽ മരിക്കും വരെ അവളെനിക്ക് കൂട്ടായിരുന്നു. അന്നൊരുപാട് കരഞ്ഞെങ്കിലും ഇപ്പൊ നന്നായി എന്നാ തോന്നുന്നേ. എന്താകുമായിരുന്നു അവളുടെ ജീവിതം? പതുക്കെ പഴങ്കഥകളിലെ പോലെ 2ാനമ്മ ഭരണം ടേക്ക് ഓവർ ചെയ്യുന്നു. അച്ഛൻ അമ്മയെ മറന്നു കഴിഞ്ഞതുപോലെ എന്നെയും. പലഹാരം പങ്കുവെക്കുമ്പോഴും ഉടുപ്പും ചായപ്പൻസിലും സമ്മാനിക്കുമ്പോഴും ആ കുട്ടികൾക്ക് അച്ഛൻ മുൻഗണന കൊടുത്തു. ഒടുവിൽ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോഴും. അമ്മയുടെ ഷെയറെ കിട്ടിയ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. ഞാൻ അമ്മയും കൊണ്ട് അങ്ങോട്ട് മാറി. പുറത്ത് കാണിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു മഞ്ഞത്തുള്ളിയിൽ മഴവിൽ പൂവിടും ഒരു ഡിഗ്രി കയ്യിലുണ്ടായിട്ട് എവിടെങ്കിലും ഒന്ന് കയറിപ്പറ്റാൻ കഴിഞ്ഞില്ല? 2ലൊന്നും അറിയാലോ എന്ന് കരുതി ബോംബെക്ക് വണ്ടി കയറി. അരപ്പട്ടണിയും മലേറിയയും സായുധ വിപ്ലവ ചിന്തകളുമായിട്ട് അവിടെ നിറങ്ങുമ്പോഴാ അമ്മയുടെ കത്ത് വരുന്നത്. അച്ഛൻ തിരിച്ചെത്തിയിരിക്കുന്നു. രോഗിയായി. ത്രോട്ട് ക്യാൻസർ. 2ാനമ്മ ഇറക്കി വിട്ടെന്നോ മൂപ്പര് ഇറങ്ങി പോന്നെന്നോ രണ്ടും പറയാം. താമസിക്കുന്ന വീടിന്റെ ആധാരം കൈ തന്നിട്ട് അമ്മ പറഞ്ഞു വിറ്റ് ചികിത്സിക്കാൻ. സത്യത്തിൽ അമ്മയുടെ നിർബന്ധം കൊണ്ടാ. ഇല്ലെങ്കിൽ ഞാനതിന് മുകളിലായിരുന്നു. മരണക്കിടക്കിൽ കിടന്ന് എന്നോട് എന്തെല്ലാമോ പറയാൻ അച്ഛൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ബോധപൂർവ്വം ഒഴിഞ്ഞു നിന്നു. എനിക്കറിയാം, റിപ്പൻഡൻസ്. മരിച്ചു ഇല്ലേ? അമ്മ അകന്ന ഒരു ബന്ധു വീട്ടിലെ ചായപ്പ് കിടന്ന് അമ്മയും കണ്ണടച്ചു. ജീവിതം നല്ലതൊന്നും കൊടുത്തിട്ടില്ലാത്ത അവർക്ക് ഞാനൊരു യോഗ്യനാണെന്നുണ്ടായിരുന്നു. നടന്നില്ല. എനിക്ക് പിന്നെ ഫ്രീഡമായി. അനാഥത്വത്തിന്റെ സ്വാതന്ത്ര്യം. വളരെ വൈകിയാണെങ്കിലും 2ലൊന്ന് അറിയാലോ എന്ന് കരുതി അഭ്യുദയകാംക്ഷികളുടെ നിർബന്ധം സഹിക്ക് വയ്യാതെ ഗൾഫിലേക്ക് പറഞ്ഞു. ജാതക ഗുണം. ഞാൻ കുവൈറ്റിൽ കാലുകുത്തിയതും സദ്ദാമിന്റെ ആദ്യത്തെ മിസൈല് വീണതും ഒരുമിച്ച്. ഭാഗ്യത്തിന് എയർപോർട്ടിന് വെളിയിൽ പോകേണ്ടി വന്നില്ല. പോയ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു വന്നു.